മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്നുള്ള ദുഃഖാചരണത്തെ തുടർന്നാണ് പരിപാടികൾ റദ്ദാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഹാൻസ് ചേരുന്നുണ്ട്. ഹാൻസ്, എപ്പോഴാണ് ഈ ഒരു അറിയിപ്പ് വന്നത്? എന്താണ് വിശദാംശങ്ങൾ? ഗൗതം, ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് അല്പസമയം മുമ്പാണ് ജില്ലാ PRD ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതിൻ പ്രകാരം കൊച്ചിൻ കാർണിവലിനോടനുബന്ധിച്ച് കൊച്ചിയിലും അനുബന്ധ പ്രദേശങ്ങളിലും നടത്തുന്ന പരിപാടികളെല്ലാം തന്നെ ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ജനുവരി 1 വരെ ഒരാഴ്ച നീളുന്ന ദുഃഖാചരണം രാജ്യത്ത് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കൊച്ചിൻ കാർണിവലോട് ചേർന്നിട്ടുള്ള അനുബന്ധ ആഘോഷ പരിപാടികളെല്ലാം റദ്ദാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും സബ് കളക്ടർ അടങ്ങുന്ന കമ്മിറ്റിയാണ് ഇത് നിയന്ത്രിക്കുന്നത്. സബ് കളക്ടറാണ് ഇതിന്റെ ചെയർപേഴ്സൺ. ഈ സാഹചര്യത്തിലാണ് ഈ കൊച്ചിൻ കാർണിവലിനോട് ചേർന്നിട്ടുള്ള എല്ലാ പരിപാടികൾക്കും ഇതിന് മൂലം ഒരു ഔദ്യോഗികത വരുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ദുഃഖാചരണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആഘോഷ പരിപാടികളെല്ലാം റദ്ദാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ 31-ാം തീയതി രാത്രി ഫോർട്ട് കൊച്ചിയിൽ പപ്പാനിയെ കത്തിക്കുന്ന പരിപാടി ഇത്തവണ ഉണ്ടാകില്ല. അതിനോടൊപ്പം തന്നെ 1-ാം തീയതി ഫോർട്ട് കൊച്ചി ഭാഗത്ത് നടത്തുന്ന കൊച്ചിൻ കാർണിവൽ റാലിയും റദ്ദാക്കി. പ്രധാനമായും പറയുന്നത് കാർണിവൽ കമ്മിറ്റി നേരിട്ട് നടത്തുന്ന പരിപാടികളെല്ലാം റദ്ദാക്കിയിട്ടുണ്ടെന്നാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിൽ ക്ലബ്ബുകൾ നടത്തുന്ന പരിപാടികൾക്കൊന്നും ഈ ദുഃഖാചരണം ബാധകമല്ല. അതിനാൽ തന്നെ ഫോർട്ട് കൊച്ചി വെളിയിൽ നിർമ്മിച്ചിരിക്കുന്ന പപ്പാനിയെ കത്തിക്കും എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം അത് ഗാലാഡി എന്ന് പറയുന്ന ക്ലബ്ബാണ് നടത്തുന്നത്. കമ്മിറ്റി നടത്തുന്ന പരിപാടികളെല്ലാം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. ഇതിനു മുൻപ് 2019 കാലഘട്ടത്തിൽ കോവിഡ് കാലഘട്ടങ്ങളിലായിരുന്നു പപ്പാനിയെ കത്തിക്കുന്നത് ഒഴിവാക്കിയിരുന്നതും കൊച്ചിൻ കാർണിവലിനോടനുബന്ധിച്ചുള്ള റാലികളും റദ്ദാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിനുശേഷം ഇപ്പോൾ 2024 വീണ്ടും മുൻ പ്രധാനമന്ത്രിയുടെ ദുഃഖാചരണത്തോട് അനുബന്ധിച്ച് ഇപ്പോൾ പരിപാടികളെല്ലാം റദ്ദാക്കിയിരിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള DJയും പ്രമുഖ സംഗീതജ്ഞരുടെ പരിപാടികളെല്ലാം തന്നെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഇവയെല്ലാം തന്നെ റദ്ദാക്കിയതായും കാർണിവൽ കമ്മിറ്റി ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹാൻസ്, അതിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി ചോദിക്കണം. അതായത് കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടികളാണ് ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്, അത് നടത്തില്ലാൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് ക്ലബ്ബുകളുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ മറ്റ് കൂട്ടായ്മകളുടെ നേതൃത്വത്തിലോ നടക്കുന്ന പരിപാടികൾ ഉണ്ടാകും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഗൗതം, അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കൊച്ചിൻ കാർണിവലിനോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചിയിലും മറ്റനുബന്ധ പ്രദേശങ്ങളിലും ക്ലബ്ബുകൾ ചെറിയ ചെറിയ മത്സരങ്ങളും ചെറിയ ആഘോഷ പരിപാടികളും നടത്താറുണ്ട്. ഇവയെല്ലാം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വന്നിരുന്നു. അതിൽ പ്രധാനമായും ഗാട്ടാ ഗുസ്തി മത്സരങ്ങളും ചെസ് മത്സരങ്ങൾ, അങ്ങനെ ചെറിയ ചെറിയ മത്സരങ്ങളെല്ലാം ഈ ക്ലബ്ബുകൾ ഇൻഡിവിജ്വലായി നടത്തുന്ന പരിപാടികളാണ്. ഇവയെല്ലാം തന്നെ നടന്നു പോകും എന്ന് തന്നെയാണ് കാർണിവൽ കമ്മിറ്റി നടത്തുന്നത്. പക്ഷേ ഈ കൊച്ചിൻ കാർണിവലിനോട് ചേർന്ന് വലിയ പരിപാടികൾ, പ്രധാനമായും സംഗീത നിശകൾ, ഈ പറയുന്നത് പോലെ തന്നെ റാലി, പപ്പാനിയെ നിർമ്മിക്കൽ, പപ്പാനിയുടെ കത്തിക്കൽ, ഇതുപോലെയുള്ള വലിയ വലിയ പരിപാടികളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് കാർണിവൽ കമ്മിറ്റിയാണ്. അതിനാൽ തന്നെ കാർണിവൽ കമ്മിറ്റി നേരിട്ട് നടത്തുന്ന പരിപാടികളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഗൗതം, ശരി. ഹാൻസ് ആണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇത്തവണ പാപ്പാനിയെ കത്തിക്കുന്നില്ല എന്നുള്ള ഔദ്യോഗിക തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കൊച്ചിൻ കാർണിവൽ കമ്മിറ്റി.